വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മളിപ്പോൾ കുറേ ദിവസമായി ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ. അപ്പോൾ അതിൻ്റെ എല്ലാ പരിഭവവും വണക്കവും ഒക്കെ ഞാൻ കേട്ടു. ചേച്ചി എന്താണ് വീഡിയോ ഇടാത്തത്, വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചേച്ചിയുടെ ഡെയിലി വീഡിയോസ് വളരെ എനർജറ്റിക് ആണ് ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഒരു കുളിർമ എവിടെയൊക്കെയോ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ആ കമൻസൊക്കെ. നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് ചോദിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനത് ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം, നിങ്ങളെല്ലാവരും കാത്തിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം ആ ഒരു ഈഗർലി വെയിറ്റിംഗ് ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ഊതിയത് വേറെ ഒന്നല്ല, കുറച്ച് പൊടി ഉണ്ടായിരുന്നു. കാരണം കുറച്ച് നാളായുള്ള ഈ ഏരിയയിലേക്ക് ഒന്ന് വന്നിട്ട് അതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കളക്റ്റീവായിട്ടുള്ള റീഡിങ് നോക്കാം. എന്തൊക്കെ മെസ്സേജസ് ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ പോയിട്ട് കണ്ടിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ റീഡിങ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂ ഐഡിയാസ്, ഷോർട്സ് ഇടുന്നതിൻ്റെ ന്യൂ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ, വേറെ ഏതെങ്കിലും തരത്തിൽ ഷോർട്സ് ഇടണോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ നമുക്കതുപോലെ ചെയ്യാമല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം. സോ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മേജർ ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ എന്താണ് കളക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കേണ്ടത്? റാൻഡംലി എടുക്കാം.
ചിന്തിച്ച് മനസ്സ് താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ, അതങ്ങോട്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. നിങ്ങൾക്ക് ചിന്തിച്ച് കൂട്ടുന്ന അത്രയ്ക്കൊന്നും കാര്യങ്ങൾ അത്രയ്ക്കും ഡേഞ്ചർ സിറ്റുവേഷനിലൊന്നും എത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ചെറിയൊരു മുള്ള് കുത്തിയ ഒരു ഫീലാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് അയ്യോ അത് പാമ്പാണോ എന്നെ കുത്തിയത് എന്നുള്ള ഒരു മനോഭാവത്തിലിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയാനുള്ളത്, ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കണം. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന വേ എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രേഞ്ച് വേ ആണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം വളഞ്ഞു മൂക്ക് പിടിക്കുകയാണ്. നിങ്ങൾ നേരെ ചിന്തിക്കുന്നതിന് പകരം വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഒരു എനർജി. സോ അങ്ങനെ ഒരിക്കലും നിൽക്കരുത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ജീവിതത്തിൽ നമുക്ക് പല ഫേസസും ഉണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും, അല്ലേ? അത് ശരിയല്ലേ? നിങ്ങൾ തന്നെ ആലോചിക്കും. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഒരു എൻറ്റയർ ലൈഫിൽ അനുഭവിച്ച് കൂട്ടേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം എല്ലാം നമ്മൾ പകച്ച് നിന്നുകൊണ്ട് അയ്യോ എന്നെ പാമ്പാണോ കൊത്തിയത്, അല്ലെങ്കിൽ ഈ പാമ്പിൻ്റെ വിശപ്പ് എന്നെ കയറുമോ, എനിക്ക് ചാവോ, ഞാൻ ആ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ചാവോ, ആ ഒരു ഫീലിങ്സിൽ ഇരിക്കാതെ വരുന്നത് വരട്ടെടോ, എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാലേ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് നീക്കാൻ പറ്റും. നിങ്ങളതിന് ശ്രമിക്കുന്നില്ല, നിങ്ങൾ ഓൺലി കരച്ചിൽ. ദാറ്റ്സ് യുവർ മെയിൻ ലാംഗ്വേജ്. കുറേ പേർക്ക് സണ്ണിൻ്റെ ലൈറ്റിൽ, അതായത് പകൽ വെളിച്ചത്തിൽ പുറത്തോട്ട് ഇറങ്ങി നടക്കാനൊക്കെ മടി, നാലാളെ കാണാനും നാലാളോട് സംസാരിക്കാനൊക്കെ മടി. എന്തെങ്കിലും ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് അതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇനി നാളെ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നാളെ മുന്നോട്ട് ജീവിക്കണ്ടേ, അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല. സോ ബിവെയർ ഓഫ് ഇറ്റ്, അത്രേ പറയാനുള്ളൂ. കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബെസ്റ്റ് ഒരു തെളിവാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. കാരണം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്കൊരു പക്ഷേ അത് കൺവേ ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഇനി മുതൽ അങ്ങോട്ട് സംഭവിക്കുന്ന രീതി എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ഡ്രീംസ് വിൽ കം ട്രൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കൂട്ടി വെച്ച് നിങ്ങളുടെ ഡ്രീം അത് ഫുൾഫിൽ ചെയ്യാൻ പോവുക. വിഷ് ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ജേണിയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനം ഈസ് സോ ഹൈ. അത് വളരെ അപ്രീഷിയബിൾ ആണ്. വളരെയധികം നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു തിങ്കിങ്ങും നിങ്ങളുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങും ഒക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി വളരെ പോപ്പുലറായിട്ട് കാണുന്നുണ്ട്. അതായത് കണ്ടോ, ഒരു സ്റ്റാർ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ എയിം ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക എനർജി നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. സോ ചിലർക്ക് അത് റിയൂണിയൻ ആയിരിക്കാം, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പല പേഴ്സൺസ് ആയിരിക്കാം, നിങ്ങളുടെ ലവർ ആയിരിക്കാം. അങ്ങനെ പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് കാണുന്നുണ്ട്. സോ അധികം തത്രപ്പാടിൽ ഏർപ്പെടാതെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് കാണുന്നുണ്ട്. ആൻഡ് എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ച് ചെയ്യുക. ജസ്റ്റിസ് നിങ്ങളോടൊപ്പം ഉണ്ട്, നീതി നിങ്ങളോടൊപ്പമുണ്ട്. എത്രത്തോളം നിങ്ങളെ ഡെവിൾ എനർജി പിടികൂടിയാലും വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഈ ഒരു കാർഡിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. എത്ര നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ, എത്ര നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാണോ, അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സ്പ്രെഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആലോചിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡ്രീം എത്രയും പെട്ടെന്ന് തന്നെ കമ്മിങ് ട്രൂവിലാണ്.
എത്രയും പെട്ടെന്ന് തന്നെ അത് ഫുൾഫിൽ ആവുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ റീഡിങ്ങിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അതിന് പകരമായിട്ട് ഇതെൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എന്നതിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. സംഭവിച്ചില്ലെങ്കിൽ എന്നോട് പറയണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ. ഒരു ലൈക്കൊക്കെ തരണേ, അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, ബൈ.